മോഷ്ടിക്കാൻ തോന്നുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളൊരു വൺ ഡേ ട്രിപ്പ് ഒന്നും പറയത്തില്ല, ജസ്റ്റ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. ഇത് ഐശ്വര്യ ചേച്ചി. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. ഞങ്ങൾ സെക്കൻഡ് ഇയേഴ്സ് കുറച്ച് പിള്ളേരും ഫസ്റ്റ് ഇയേഴ്സിൽ എല്ലാ പിള്ളേരും ഉണ്ട്. ഇത് അമിന, അത് ശീത ടീച്ചർ, ഇത് ആസിയ, പിന്നെ ഈ കാണിക്കുന്നതൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള പിള്ളേരാണ്. ഇതാണ് നമ്മുടെ റൈഫ ടീച്ചർ ഗൈസ്. അപ്പം ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും ആയിട്ട് നമ്മളെല്ലാവരും പോകുന്നത്. നമ്മുടെ മാത്സ് സാറ്. അപ്പോൾ എല്ലാവരും ആയിട്ടാണ് പോകുന്നത്. ടീച്ചേഴ്സ് ഇനിയും വരാനുണ്ട്. സുധവ്യൂ ടീച്ചർ വന്നില്ല, പിന്നെ ഗിരിജ ടീച്ചർ വന്നില്ല, കമലമ്മ ടീച്ചർ വന്നില്ല. ഇതിൽ 3 പേരും വന്നില്ല. ബാക്കി ഞങ്ങളെല്ലാവരും കൂടെ പോയി. അപ്പോൾ അമ്മിൻ്റെ അടുത്ത് ഞാൻ തമാശ പറയണം, എൻ്റെ വ്ളോഗ്സിൽ നിങ്ങളെ എല്ലാവർക്കും സ്വാഗതം ചെയ്യാണ്, എല്ലാവരും എൻ്റെ വ്ളോഗ് കാണണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ മടുപ്പിക്കുകയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറി കുറച്ച് നേരം അവിടെ നിന്നു. രാവിലെ 10 മണിക്ക് കയറണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് എല്ലാവരും എത്താൻ ലേറ്റ് ആയതുകൊണ്ട് 10:30-ക്ക് ശേഷം നമ്മൾ അതിൽ കയറി. പിന്നെ എല്ലാവരും വന്ന് അറ്റൻഡൻസൊക്കെ വിളിച്ചതിന് ശേഷം ഞങ്ങളതിന് പോകാൻ തുടങ്ങി. 300 ഏക്കറോളം നീണ്ടു കിടക്കുന്ന ഒരു വലിയ ഗാർഡനിലൂടെയാണ് നമ്മൾ പോയത്. ഗാർഡൻ എന്ന് പറഞ്ഞാൽ കാണാനായിട്ട് ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. ഇത്രയും സ്ഥലമൊന്നും നമ്മളൊരു ദിവസം കൊണ്ട് കണ്ടു തീരത്തില്ല. അപ്പം ഞങ്ങളെല്ലാവരും തുടക്കം തന്നെ ഈ എൻട്രൻസ് കഴിഞ്ഞിറങ്ങി. ഇപ്പോൾ ഇത് എൻ്റെ ക്ലാസ്സിലെ പിള്ളേരാണ്. ആ ടാറ്റ കാണിച്ചാണ് സാരിങ് ചേച്ചി, ഇത് നജ്മീത്ത. അവർ 3 പേരുടെ ഇങ്ങനെ സൊറ പറഞ്ഞ് നടക്കുകയാണ്. ഈ തുടങ്ങിയ നടത്തം പിന്നെ തീരുന്നത് ഏകദേശം ഒരു മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ നടത്തം തീരുന്നത്. ഈ നടപ്പ് അങ്ങ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടുന്ന് തുടങ്ങി അങ്ങോട്ട് പോയി. അപ്പോൾ എല്ലാവരും ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് നിൽക്കുക, കാരണം നമുക്ക് എൻ്റെ ഇത് വെക്കണം. ഈ ഒരു എൻട്രൻസ് ഒരു രക്ഷയില്ല. നമ്മൾ എന്ത് മിസ് ചെയ്താലും ഈ ഒരു സാധനം മാത്രം മിസ് ചെയ്യില്ല. നമ്മൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നിട്ട് കിഡിലായിരുന്നു ഈ എൻട്രി എന്ന് പറഞ്ഞാൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഭരതൻ സിനിമയിൽ അതിനകത്തൊരു സീൻ പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ എന്തൊക്കെയോ കായും അതൊക്കെ നിൽക്കുന്നുണ്ട്. ആ ചേച്ചി നമുക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു. ആ ചേച്ചി എല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നായിരുന്നു. ആ പുള്ളിക്കാരി ഫ്രണ്ടേ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ കാണാം. ഒരുപാടുള്ള താമര, ആമ്പല്, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതലും കണ്ടത്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോയി. അവിടെയും കുറേ സ്ഥലം കാട്, അത് ഇത് പച്ചപ്പും പുൽച്ചാടിയും അതും ഇതുമാണ് കൂടുതലും കാണാനുള്ള. പിന്നെ ചേച്ചി അടുത്തൊരു സാധനം പറഞ്ഞിരിക്കുകയാണ്, ചെരുപ്പ് ഊരിയിട്ട് നമ്മൾ ഈ കല്ലിൽ കൂടെ നടന്നു പോകണം. ഇതാണ് അമൃത. നേരത്തെ നമ്മൾ തംസപ്പ് കാണിക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ നൈസിൻ്റെ ഫോൺ മാറ്റിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി എടുത്ത് കാണിച്ചിരുന്നു. ഈ സാധനത്തിൽ കൂടെ നമ്മൾ നടന്നു പോയാൽ നമ്മളുടെ എന്തോ ഒരു കാര്യം പറഞ്ഞായിരുന്നു, പക്ഷേ അത് മറന്നേ. ഫുഡ് മസാജോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പ്രകൃതി അങ്ങനെ അപ്പുറത്ത് ശരിയായ തറ ഉണ്ടെങ്കിലും നമ്മൾ ഈ സാധനം കൂടെ തന്നെ നടന്നു പോയി. കാരണം വല്ലപ്പഴയല്ലേ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് ആമ്പല്, അങ്ങനെ ഇങ്ങനെ സാധനങ്ങളൊക്കെ കണ്ട് ഇഷ്ടംപോലെ സാധനങ്ങളവിടെ ഉണ്ടായിരുന്നു. പിന്നെ കൈ വിരിവിര ഉള്ള ഒരു കൂട്ടുകാരി എനിക്കുള്ളത് കൊണ്ട് തന്നെ ഒന്നും പറിക്കാതെ എത്തിക്കുക എന്നുള്ളത്, അതായത് പൂവൊന്നും പറിച്ചെടുക്കാതെ എത്തിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു വലിയൊരു കടമ ആയതുകൊണ്ട് നമ്മളൊന്നും ചെയ്തില്ല. ഇപ്പോൾ തന്നെ ഏകദേശം 10, 11, 11:30, 12 മണി ഏകദേശം അടുപ്പിച്ചായി. നല്ല വിയർത്ത്. ഞാനാണെങ്കിൽ കറുപ്പും ഇട്ടുകൊണ്ട് വന്നു. അതിനിടെ കൂടെ കരിയൊക്കെ പെടന്ന് ഒരാകെ അലങ്കോല അവസ്ഥയിലായി. എന്നിട്ട് ഞാൻ കുറച്ച് മാനം കാണിച്ചു. അത് കഴിഞ്ഞ് എല്ലാം കാണിച്ചു. ക്ലാസ്സിൽ ഇത് നമ്മൾ ജൂനിയേഴ്സ് പിള്ളേരൊക്കെ പറയുന്നത് നോക്കി വരികയാണ്. അപ്പോൾ ഞാൻ അജ്മിൻ്റെ അടുത്ത് എന്തോ കാര്യം പറയണം. അതിനുശേഷം ഞാൻ സാരിങ് ചേച്ചിയുടെ അടുത്ത് എക്സ്പീരിയൻസ് ചോദിക്കുകയാണ്. ഈ അത് കേട്ടോ. മോഷ്ടിക്കാൻ തോന്നുന്നു. കേട്ടില്ലേ, ഇതാണ് എൻ്റെ ആ കുട്ടിയുടെ കയ്യിലെ വിരിവരിപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിതാ ഈ പ്രതിമയെ കണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മറ്റേ നമ്മുടെ കന്യാകുമാരിയിലെ ആ ചേച്ചി കിടക്കുന്ന ഒരു ഭംഗി എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ കുറേ ചെടികളെയൊക്കെ കണ്ട്. ഈ ചെടികൾക്ക് കുറേ പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ ഒരു പ്രാണികളൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്കും അതിനകത്തോട്ട് വലിക്കുന്ന സംഭവം, അങ്ങനത്തെ കുറേ ചെടികളാണ്. പക്ഷേ എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നമ്മൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തായിരുന്നു, അത് കിട്ടിയില്ല. പിന്നീട് ഇതൊരു വലിയ എന്തോ സംഭവമാണ്. ആ ഇലയുടെ പേരെന്തോ 6 കിലോ വെയിറ്റ് വരെ ഇത് താങ്ങുമെന്നാണ് പറയുന്നത്. പിന്നീട് ഇതാണ്ട് ഇങ്ങനെ കുറേ പൂക്കളൊക്കെ കണ്ടു. ഇത് ഭയങ്കര മണമാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊരു കെട്ടിയിട്ട ഒരു സംഭവത്തിനകത്താണ് ഇതുപോലെ ഒരു കാടല്ല എന്തൊക്കെ സംഭവം പോലെ വെള്ളം നിൽക്കുന്ന അവസാനം. ഈ വീഡിയോ ഇറങ്ങുമ്പോൾ അവരെന്നെ ഓട്ടിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര കിടലിരുന്നു. പിന്നെ വെള്ളച്ചാട്ടം, അത് ഇത് അങ്ങനെ എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ നമ്മൾ കണ്ട്. പിന്നെ നമ്മൾ സ്ഥലത്ത് വാതിലും തുറന്ന് കയറിയിരിക്കണം. ഇതും ഭയങ്കര കിടലായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ ഈടിയുടെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. അതിൻ്റെ ആ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ ഒരു ഗ്രന്ഥം പോലെ ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. ഭയങ്കര കിടിലമാണ്. ഭയങ്കര കിടിലം. നല്ല രസമാണ് കാണാൻ. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു അമ്പലത്തിൻ്റെ ഒരു ടച്ച് എനിക്ക് ഫീൽ ചെയ്തു. കാരണം നമ്മൾ ഈ ട്രഡീഷണൽ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു ഗൈസ്. പിന്നെ എന്തൊക്കെയോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ അതൊന്നും വായിക്കാനുള്ള ക്ഷമ എനിക്കില്ല. നേരെ നമ്മൾ കറുത്ത തുണി ഇട്ടിരിക്കുന്നതുകൊണ്ട് നേരെ അവിടെ എത്തണം. ഇതാണ് നമ്മുടെ ഇടിക്ക് ഉമ്മ കൊടുക്കുന്നതിൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ട്, പക്ഷേ ആ വീഡിയോ എൻ്റെ കയ്യിലില്ല. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി നേരെ ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് എന്തോ ഒരു പൂ കിട്ടിയപ്പോൾ ഞാൻ അടുത്ത ചെവിയിൽ വെച്ച് ഇനി നമ്മൾ ഒറ്റ ചോറ് നമ്മൾ 4 പേരുണ്ടെന്ന് തിന്നാൻ പോവാണ്. ഇതാണ് ഷെയറിങ് ഈസ് എ കെയറിങ് എന്നല്ലേ പറയുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വെള്ളം കാണാൻ പോയി. അപ്പോൾ ഐശ്വര്യ ചേച്ചി കഴിഞ്ഞിട്ട് ഞാനിതെങ്ങനെ ട്രാൻസ്ലേഷൻ എങ്ങനെയുണ്ട് ഗൈസ് സെറ്റല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഐശ്വര്യ ചേച്ചി വീഡിയോ എടുത്തതാണ്. എന്നിട്ട് കുറേയൊക്കെ എടുത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, കുരങ്ങന്മാർ കണ്ടു ഗൈസ്. കുരങ്ങന്മാർ നമ്മളെ ഓട്ടിച്ച് നമ്മൾ ഓടി ഊപ്പാട് വന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് പിന്നീട് ഞാൻ ആലോചിച്ചത് അതിൻ്റെ വീഡിയോ എടുത്ത് വെക്കാനുള്ളായിരുന്നു. ഈ കുരങ്ങൻ ഇങ്ങനെ വരുന്ന കുരങ്ങൻ പിന്നെ നമ്മളൊരു ഒറ്റ ഓട്ടമാണ് നമ്മളെ പിറകെ വന്നു. എൻ്റെ കയ്യിരിക്കുന്ന ഫോൺ കേസ് കണ്ടിട്ട് അതിന് മാമ്പഴമായിട്ട് തോന്നിയാന്നും അറിയത്തില്ല. പിന്നെ അവിടെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങാൻ പോയി എല്ലാവർക്കും ടാറ്റ കൊടുത്തപ്പോഴത്തേക്കാണ് നമ്മളെ ക്ലാസ്സിൽ ഇർഫാനും നഫ്സലാക്കയൊക്കെ ചോദിക്കുന്നത് വ്ളോഗിലാണെങ്കിൽ നമ്മളെ വേണമെന്ന് പറഞ്ഞു. എല്ലാരും ഉണ്ട് എല്ലാരും ഹായ് പറഞ്ഞോ. ഓ മൈ ഗോഡ്, അത് കള്ള ഇർഫാനാണ് തിരക്ക ആൾക്കാര്. അതാര് മതി ഇന്നത്തേക്കുള്ളതായി. ഇവരെല്ലാവരും നമ്മുടെ മുന്നത്തെ വ്ളോഗിലുണ്ടായിരുന്നു. ഇല്ലാതെ റസൽക്കാക്ക മാത്രമായിരുന്നു. അപ്പം നമ്മൾ ചാച്ചയൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്, കാരണം നമ്മളിവിടുത്തെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. സോ ഗൈസ്, അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.